വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പാസ്റ്റർ ഫിജി ഫിലിപ്പ് IPC പാലക്കാട് മീനാക്ഷിപുരം സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന ഈ യുവ ശുശ്രൂഷകൻ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നിരവധി മേഖലകളിൽ സുവിശേഷം എത്തിക്കുകയും അനവധി സഭകൾ സ്ഥാപിക്കുകയും ചെയ്ത പ്രേക്ഷിത പ്രവർത്തകനാണ്. കർത്തൃനാമനിമിത്തം നേരിടുന്ന പ്രതികൂലങ്ങൾക്കപ്പുറം ആത്മാക്കളുടെ വിടുതലിൽ സന്തോഷിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ധീര പോരാളിയായി നിലകൊള്ളുകയും ചെയ്യുന്ന പാസ്റ്റർ ഫിജി ഫിലിപ്പിൻ്റെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അനേകം ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ, അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പടവുകൾ കയറിയപ്പോൾ ദൈവം നടത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച വിടുതലുകളൊക്കെ നമ്മളുമായി ഷെയർ ചെയ്തു. ധാരാളം പേർക്ക് അത് അനുഗ്രഹമായിരുന്നു. ഓരോ എപ്പിസോഡ്, ഓരോ അഭിഷിക്തന്മാരുടെ അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ വിളിക്കുന്നതിൽ വളരെ സന്തോഷം. നിശ്ചയമായിട്ടും ഓരോ അഭിഷിക്തന്മാരെ നമ്മൾ കണ്ടെത്തി ഈ ഇൻ്റർവ്യൂ ചെയ്ത് ഇത് നിങ്ങളിലേക്ക് ഞങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയാണോ തളർന്നിരിക്കുന്നത് ഒരാത്മീയ ഉത്തേജനം ദൈവം തരികയും നിങ്ങൾക്ക് വീണ്ടും ശക്തിയോടെ പറക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യും. ഇന്ന് ഹാർവസ്റ്റ് ടിവിയോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പാലക്കാട് ജില്ലയിൽ മീനാക്ഷിപുരം എന്ന സ്ഥലത്ത് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി കർത്താവിൻ്റെ വേലിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ പാസ്റ്റർ ഫിജി ഫിലിപ്പ് അവർകളാണ്. പാസ്റ്റർ, താങ്കളെ ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് പാസ്റ്ററിൻ്റെ അടുക്കൽ വന്നത് ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിൽ ധാരാളം ദൈവത്തിൻ്റെ ദാസന്മാർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ ദീർഘവർഷം പാസ്റ്റർ കർത്താവിൻ്റെ വേലിലായിരിക്കുന്നുണ്ടല്ലോ, ചില പാസ്റ്ററിൻ്റെ ദൈവം നടത്തിയ അനുഭവങ്ങൾ ഇത്രത്തോളം ആകുവാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന വഴികൾ ഒന്ന് ചോദിച്ചറിയുവാനും ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുമാണ് ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പാസ്റ്ററിൻ്റെ ആ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, ആദ്യമായി ഞങ്ങൾ പാസ്റ്ററിനോട് ചോദിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ചോദ്യം ഇതാണ്. പാസ്റ്റർ ഈ രക്ഷയിലേക്ക് വന്നത് എങ്ങനെയാണ്, ഏത് പ്രായത്തിലാണ്, അതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് ഈ ഹാർവസ്റ്റ് ടിവിയുമായിട്ട് ഇങ്ങനെ ലഭിച്ചൊരവസരത്തിന് ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. എൻ്റെ പപ്പായുടെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു. ഞാൻ പെന്തക്കോസ്തിൽ ഒരു 3-ാം തലമുറക്കാരനായിട്ടാണ് ഞാൻ ജനിച്ച് വളർന്നത്. രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ പഠിച്ചും യൂത്ത് പ്രോഗ്രാമുകൾ ആ ഒരു ആത്മീയ നിലവാരത്തിൽ തന്നെ വളർന്നു വന്നു. എങ്കിലും ഞാൻ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ 14-ാമത്തെ വയസ്സിൽ പാസ്റ്റർ ബാബു ചെറിയാൻ പാസ്റ്ററുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു മീറ്റിങ്ങിലാണ്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് വടക്കഞ്ചേരി നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. സ്നാനപ്പെടുന്നതും അതേ മീറ്റിങ്ങിനെ തുടർന്ന് തന്നെ അടുത്ത മാസത്തിൽ സ്നാനപ്പെടുകയും അങ്ങനെ മുമ്പോട്ട് വരികയായിരുന്നു. പക്ഷേ ഈ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നതും സുവിശേഷ വേല ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഏത് വയസ്സിലാണ്, അതെങ്ങനെയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ? ഓക്കെ, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എൻ്റെ മൂത്ത ചേട്ടനെയാണ് മാതാപിതാക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ ഞാൻ ഈ പാവപ്പെട്ടവരോടും കഷ്ടമനുഭവിക്കുന്ന ജനങ്ങളോടും ഒക്കെ ഒരു അനുകമ്പയും സ്നേഹമൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുറച്ചുകൂടെ വളർന്നു വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ
അതൊരു ആത്മഭാരമെന്ന് പറയാം. കർത്താവിനെ അറിയാത്ത ആളുകൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വേല ചെയ്യുന്ന ദേവദാസന്മാരൊക്കെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഉടനെ അവരൊക്കെ നരകത്തിലേക്ക് പോകും എന്നുള്ള ഒരു ഭാരം, അതൊക്കെ ചെറുപ്രായം മുതലേ മനസ്സിനെ ഇങ്ങനെ ഫീൽ ചെയ്യുകയുണ്ടായി. അങ്ങനെ മുമ്പോട്ട് ആ ഒരു ഭാരം മനസ്സിൽ ചുമക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10th പഠിക്കുന്ന സമയത്ത് ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് പ്രത്യേകം സുശേഷയിലൂടെ സമർപ്പിക്കുകയും പിന്നെ ബൈബിൾ കോളേജിലേക്ക് പോവുകയും പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എനിക്ക് 17ാമത്തെ വയസ്സിൽ ഞാൻ ബൈബിൾ കോളേജ് പഠനം പോയി 19ാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി ഞാൻ ഈ സ്ഥലത്ത് സഭാസ്ഥാപന പ്രവർത്തനത്തിന് വേണ്ടി വന്നു. പ്രൈസ് ലോർഡ്. പക്ഷേ അതുപോലെ പാസ്റ്റർ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇത് മീനാക്ഷിപുരം, പാലക്കാടിൻ്റെ ഒരു തമിഴ്നാടുമായിട്ടുള്ള ബോർഡറിലാണ് പാസ്റ്റർ വന്നിരിക്കുന്നത്. ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഉള്ള കാരണങ്ങൾ എന്താണ്? ഇവിടെ വരാനുള്ള പ്രത്യേകിച്ച് കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ വടക്കേ ഇന്ത്യൻ മേഖലകളെക്കുറിച്ചുള്ള പല അറിവുകളുണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പോയി പ്രവർത്തിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിക്കുകയും ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥികളായി ഞങ്ങൾ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചൊരു കാര്യം ഫസ്റ്റ് എടുത്തു പറയുകയാണെങ്കിൽ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 21 ദിവസം ഉപവസിക്കുന്നത്. അപ്പം ബൈബിൾ കോളേജിൽ പോയിട്ടാണ് 3 ദിവസം 5 ദിവസമൊക്കെ ഉപവസിക്കുന്ന പോലും. പക്ഷേ ആ 21 ദിവസത്തെ ഉപവാസം അത് ആദ്യമായിട്ടാണ്. 14ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഞാൻ ആകെ തളർന്നിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ മുമ്പോട്ട് ഉപവാസമായിട്ട് തുടരാൻ കഴിയത്തില്ല. അപ്പം ഞാൻ പതുക്കെ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇനി എനിക്ക് ഉപവസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഇന്ന് തൊട്ട് എനിക്ക് വൈകിട്ട് കഞ്ഞി തരണം. അത്രയ്ക്ക് ക്ഷീണിച്ചു. അപ്പം അടുത്ത 7 ദിവസം വൈകിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള പക്ഷെ അന്ന് എൻ്റെ മമ്മി പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മമ്മി പറഞ്ഞു, എടാ കലപ്പയ്ക്ക് കൈവച്ച് പുറകോട്ട് നോക്കുന്നു തന്നെ സ്വർഗരാജ്യത്തിന് കൊള്ളത്തില്ല, അതുകൊണ്ട് നീ ഈ 21 ദിവസം ഉപവസിച്ചിട്ട് അങ്ങ് ചാകുകയാണെങ്കിൽ ചാകട്ടെ, ഈ 15 ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നായി. 21 ദിവസം കഴിഞ്ഞിട്ടേ ഭക്ഷണം കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല. ഞാൻ പിന്നെ ഉപവാസം നിർബന്ധത്താൽ തുടരാൻ, ആദ്യം മനഃപൂർവ്വമാണെങ്കിലും ഇതിപ്പോൾ വയ്യാതായി, പിന്നെ നിർബന്ധത്താൽ തുടരാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 15ാമത്തെ ദിവസം രാവിലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ രാവിലത്തെ ഞങ്ങളുടെ ആ പ്രാർത്ഥന, പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആ സമയത്താണ് എനിക്ക് ഈ മീനാക്ഷിപുരം എന്നുള്ള ഒരു പ്രേരണ. ഞാനിവിടെ വന്നിട്ടില്ല, ഈ സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ ആ ഒരു 15ാമത്തെ ദിവസം രാവിലെയുള്ള ഒരു പ്രാർത്ഥനയിൽ മീനാക്ഷിപുരം എന്നൊരു പ്രേരണ ഉണ്ടാകുകയും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ സ്ഥലം വന്ന് കണ്ടുപിടിച്ചു, ഇവിടെ അന്വേഷിച്ച് അങ്ങനെയാണ് ഈ സ്ഥലം എത്താനായിട്ടുണ്ടായ ഒരു മുഖാന്തരം എന്ന് പറയുന്നത് ആ ഉപവാസ പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു ആത്മീയ പ്രേരണയാണ്. ദൈവത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനം ആരംഭിച്ചത്? ഈ പ്രവർത്തനം ആരംഭിച്ചത് നമ്മൾ 100% വിശ്വാസത്താലുള്ള കാൽവെപ്പുകളാണ്. പ്രത്യേകിച്ച് എനിക്ക് മിനിസ്ട്രി എന്ന് പറയുമ്പം തന്നെ ഞാൻ ഈ PG വർഗീസ് അങ്കിളിൻ്റെയൊക്കെ ബുക്സുകളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു. അപ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കൾ എന്നുള്ള ബുക്കൊക്കെ വായിച്ചിട്ട് അവർക്ക് നോർത്ത് ഇന്ത്യയിലുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്ന ഉടനെ അതുപോലെ തന്നെ നമുക്കും ആകാൻ കഴിയും, വിശ്വാസത്തിൽ ശുശ്രൂഷ ചെയ്യണം, വിശ്വാസത്തിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ആ ഒരു നിലവാരിൽ, ആ ഒരു ചിന്തയിലാണ് ഇവിടെ വരികയും വിശ്വാസത്താൽ ഇവിടെ ഞാനൊരു 100 രൂപ വാടകയ്ക്ക് ഒരു മുറി വാടകയ്ക്കെടുത്ത്, അതിനകത്ത് പ്രാഥമിക സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല, കറണ്ടില്ല, വെള്ളമില്ല, ബാത്റൂം സൗകര്യങ്ങളില്ല, ഒരു വിശ്വാസിയുമില്ല, ഒന്നും വിശ്വാസികളുമില്ല. പിന്നെ ഇവിടെ കുറച്ച് തമിഴ് മേഖലയാണ്, എനിക്ക് തമിഴ് അറിയത്തില്ല, ഞാൻ പറയുന്നത് ഇവിടുത്തുകാർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്ന KM ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും തൃശ്ശൂർ ടൗണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യത്തെ ഇവിടെ സ്റ്റെപ്പ് വയ്ക്കുന്നത് വിശ്വാസത്തോടെ. അങ്ങനെ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ നമ്മൾ 1997 ഈ വർക്ക് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ആത്മാക്കളൊന്നും തുടങ്ങിയല്ലേ? നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റൂമിനകത്ത്, അതിനകത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കിച്ചണും ഡൈനിങ്ങും നമ്മുടെ പ്രയർ റൂമും എല്ലാം അതിനകത്ത് തന്നെ, ഒറ്റ മുറിയല്ലേ ഉള്ളൂ. വാഷ്റൂം മാത്രമില്ല, എല്ലാം ഒരു മുറിക്കകത്താണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ കിടക്കുന്നതും അതിനകത്താണ് എല്ലാം. എനിക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ആണ്. ആ റൂമിനകത്ത് താമസിക്കും, ഇവിടെയൊക്കെ ഇങ്ങനെ പോകും, നടന്ന് പ്രാർത്ഥിക്കും, ട്രാക്റ്റുകളൊക്കെ കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തിരിച്ചു പറയാൻ നമുക്കറിയത്തില്ല, തമിഴ് ആൾക്കാരാണെങ്കിൽ.
അങ്ങനെ ഒരു സാഹചര്യം. ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു ഗ്രാമത്തിൽ കുഞ്ചുമേനോൻപതി എന്ന് പറഞ്ഞൊരു തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ, അവിടെ ഒരു കുഷ്ഠരോഗം ബാധിച്ച പോലത്തെ ഈ 4 വിരലുകളും അറ്റുപോയി. അദ്ദേഹത്തിന് ഒരു വിരൽ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു കണ്ണൻ എന്ന് പറയുന്നത്, കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ട്. അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് സൗഖ്യമായി. അങ്ങനെയാണ് ഇവിടുത്തെ വേലയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബാക്കി പഴുത്തിരുന്ന എല്ലാം വ്രണമെല്ലാം അദ്ദേഹം വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും. ആ ഇതൊക്കെ മാറി, അതെല്ലാം പൂർണ്ണമായിട്ട് മാറി പുള്ളി സൗഖ്യമായി. അങ്ങനെയാണ് പുള്ളിയാണ് ഇവിടുത്തെ ആദ്യത്തെ വിശ്വാസി. അതേ തുടർന്ന് ആ ഗ്രാമത്തിൽ കുറേ ആൾക്കാർ നമുക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആദ്യം കിട്ടുന്ന മൊത്തം തമിഴ് ആൾക്കാരാണ്. അപ്പോൾ തമിഴ് നമുക്ക് മനസ്സിലാകത്തുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പോലീസുകാരൻ നമ്മളുമായിട്ട് പരിചയപ്പെട്ട്, തമിഴ്നാട് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം നമ്മളുമായിട്ട് വരികയും അദ്ദേഹത്തിന് കുറച്ചൊക്കെ മലയാളം അറിയാം. വിശ്വാസി അല്ലെങ്കിലും നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കുന്ന പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആദ്യത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതും ആൾക്കാരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പൊള്ളാച്ചിയിലുള്ള സുരേഷ് ജേക്കബ് എന്ന് പറഞ്ഞ IPCയിലെ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം നമ്മളെ വന്ന് ബൈബിൾ സ്റ്റഡിക്കൊക്കെ 1 വർഷത്തോളം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു ചെറിയ രീതിയിൽ ആരംഭിച്ചു. 1 വർഷത്തോളം ആ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത്. ആ സമയങ്ങളിൽ സ്തോത്ര കാഴ്ചയൊന്നുമില്ല. സ്തോത്ര കാഴ്ച എന്നൊക്കെ അത് പറഞ്ഞാൽ നമുക്ക് ഈ വൈകിട്ടടുത്ത് സ്തോത്രാഴ്ച എടുക്കും, മീറ്റിങ്ങിനൊക്കെ സ്തോത്രാഴ്ച എടുക്കും. അന്നേരപ്പെടുത്തി ആ സ്തോത്രാഴ്ച നമ്മൾ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കാപ്പി കൊടുത്തു വിടാൻ, കട്ടൻ കാപ്പി. അപ്പം ഒരു 10-15 പേരൊക്കെ വരും. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മൊത്തം ഒരു 10 രൂപ കിട്ടണമെന്നാണ് ഈ സ്തോത്രകാഴ്ച. ഇവരൊക്കെ 1 രൂപ 50 പൈസയൊക്കെ ഇടുന്നത്. ഈ 10 രൂപ കിട്ടിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് അന്ന് 9 രൂപയാണ് ഒരു പാക്കറ്റ്. 9 രൂപയുടെ പാക്കറ്റിനകത്ത് 32 പീസ് ഉണ്ടാവും. അപ്പോൾ 15 പേര് വരെ വന്നാൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൽ കാര്യം തീരും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന അതാണ്. ഒരു 10 രൂപ കിട്ടിയാൽ ബിസ്ക്കറ്റും. ഇപ്പോൾ സ്തോത്രകാഴ്ചയ്ക്ക് 10 രൂപ ഇല്ലെങ്കിൽ അന്ന് ബിസ്ക്കറ്റ് ക്യാൻസൽ, കട്ടൻ കാപ്പിയായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ തുടക്കം. നമുക്ക് ആഹാരം ഒക്കെ 100% വിശ്വാസത്തില്ല. ആരും അന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മുമ്പോട്ട് വന്നിട്ടില്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ വർഷമൊക്കെ നമ്മൾ എത്ര ദിവസം പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എത്ര ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നതായിരിക്കും. എണ്ണിയെടുക്കാൻ എളുപ്പം അതായിരിക്കും. അത്രത്തോളം നമ്മൾ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇന്ന് കാണുന്ന സെറ്റപ്പ് ഒന്നും അല്ല. തീർച്ചയായിട്ടും. അന്ന് സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമുക്ക് വെച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളില്ല. അതായത് സംവിധാനങ്ങൾ വെച്ചാൽ ഒരു കുക്കറും ഒരു സ്റ്റൗ ഒക്കെ ഉണ്ടെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അരി വാങ്ങിക്കണം, മണ്ണെണ്ണ വേണം, ഇതെല്ലാം കൂടെ ഒത്തുവരാൻ പാടാണ്. അപ്പോൾ ഇവിടെ ഒരു ദോശക്കടയുണ്ട്. അവിടുത്തെ ദോശയാണ് നമ്മുടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ദോശയ്ക്ക് 3 രൂപയാണ്. ഇപ്പോൾ 2 ദോശ കഴിച്ചാൽ നമുക്ക് ഒരു നേരം വയറ് നിറച്ചാവും. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ, നമുക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ 6 രൂപയാണ്. ഒരു 5 രൂപ കിട്ടിയാൽ ഒരു അടുത്ത് 1 രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതും കൂടെ ചേർന്നാൽ നമ്മൾ 2 ദോശ കഴിക്കും. അതാണ് നമ്മുടെ അന്നത്തെ ആഹാരം എന്നൊക്കെ പറയുന്നത്. ആ ഒരു നിലയിലൊക്കെയാണ് നമ്മൾ തുടങ്ങി. പിന്നെ ആൾക്കാർ മുമ്പോട്ട് വരാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് IPC മലബാർ മിഷൻ എന്നുള്ള ഒരു മിഷൻ പ്രവർത്തനം, മലബാർ മിഷൻ ആരംഭിച്ചു. അങ്ങനെ മലബാർ മിഷനുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്തു. പിന്നെ IPC മലബാർ മിഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലെനിക്ക് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ എൻ്റെ ദർശനത്തെ വിപുലീകരിക്കുകയും നമ്മളെ ശരിക്കും കൈ പിടിച്ച് ഉയർത്തി വിട്ട ഒരു വ്യക്തി ആണ് VM മാത്യു സാർ. ഗുഡ് ന്യൂസിൻ്റെ ചെയർമാനായിരുന്ന VM മാത്യു സാർ. അദ്ദേഹമായിരുന്നു മലബാർ മിഷൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഈ ഒരു വളർച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ രൂപപ്പെടുത്തിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് VM മാത്യു സാറിൻ്റെ ആ ഒരു ഇതാണ്. അങ്ങനെ 5 വർഷം മലബാർ മിഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു. നമുക്ക് 1999 ഈ ചർച്ച് നിൽക്കുന്ന ഈ സ്ഥലം, അന്ന് ഇതൊരു 10 സെൻറ്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇടയായി. 2000 ഒരു ചെറിയ ഷെഡ് ഇതിനകത്തുണ്ടാക്കി അതിനകത്ത് ആരാധന നടത്തി. അത് പിന്നെ ഒരു കാറ്റത്തും മഴയത്തും അത് തകർന്നു പോയി. അതിനുശേഷമാണ് ഒരു ബിൽഡിംഗ് എന്നുള്ള ഒരു ചിന്ത വരികയും ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ പിന്നീട് നമ്മൾ പണി ആരംഭിച്ചു. ഇതൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ആദ്യം ഒരു പോർഷൻ പണി ചെയ്തു. പിന്നെ ഇതെനിക്കൊന്നൊരു 3-4 വർഷമായിട്ടുള്ളൂ ഇത്രയും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ എടുത്തിട്ടൊക്കെ. ഇപ്പോൾ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം ആ ഒരു നിലയിൽ അങ്ങനെ മലബാർ മിഷനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പിന്നെ വന്നു. 5 വർഷം കഴിയുമ്പോൾ മലബാർ മിഷൻ സ്റ്റോപ്പായെങ്കിലും
VM മാത്യു സാറ് നമ്മളോട്ടുള്ള ഒരു ബന്ധത്തിൽ തുടർന്നു. അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ ആൾക്കാർ മുമ്പോട്ട് കടന്നു വരികയും ഈ ഒരു കാലഘട്ടങ്ങൾ കൊണ്ട് ഒരു വളർച്ച സഭയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആമേൻ. സ്തോത്രം. ഇപ്പോൾ എത്ര വർഷത്തോളമായി ഇപ്പോൾ മിനിസ്ട്രിയിലായിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം 24 വർഷം കംപ്ലീറ്റ് ആയി. അടുത്ത വർഷം 4 നൂറ്റാണ്ടാണ്. അടുത്ത ജൂൺ മാസം ആകുമ്പോൾ 25 വർഷം കംപ്ലീറ്റ് ആകുകയാണ് ഇവിടെ വന്നിട്ട്. 25 വർഷമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ക്രിസ്ത്യൻ മേഖലയല്ല, കുടിയേറ്റ മേഖലയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കുടിയേറ്റ മേഖലയല്ല, റബ്ബർ ഒന്നുമുള്ള മേഖലയല്ലല്ലോ. അപ്പം ക്രിസ്ത്യാനികൾ പൊതുവെ ഈ പഞ്ചായത്തുകളിൽ പോലും ഇല്ല. പിന്നെ മറ്റുള്ള ആളുകളാണ് ഇവിടെ വരുന്ന വിശ്വാസികളെല്ലാം തന്നെ മറ്റ് പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണ് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വേറെ എത്ര സഭകൾ പാസ്റ്ററിന്റെ കീഴിൽ ഇതുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്? നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആ ഒരു ദർശനത്തെ വിപുലമാക്കിയത് VM മാത്യു സാറാണ്. അപ്പം ഈ ചർച്ചിൻ്റെ ഈ ഒരു വേറെ നിലയിലേക്ക് വളരാൻ കഴിയുമെന്നുള്ള ചിന്ത ഇട്ടതും അപ്പോൾ തന്നെ ഈ ഏരിയകളിലൊന്നും സഭാപ്രവർത്തനങ്ങളില്ലാത്തത് കൊണ്ട് ഇവിടെ IPCയുടെ ഒരു സെൻറ്റർ ഉണ്ടാകണമെന്ന് പുള്ളിയാണ് എൻ്റെ മനസ്സിലേക്ക് വിതയ്ക്കുന്നത്. പുള്ളിയുടെ സ്വപ്നമായിരുന്നു ഇവിടെ ഒരു IPCയുടെ ഒരു 10 സഭകളുള്ള ഒരു സെൻറ്റർ ആകണം. അങ്ങനെ പുള്ളിയുടെ പ്രോത്സാഹനവും സഹായങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇടയായി. പല ദൈവദാസന്മാരെ അവിടെ ആക്കി നമ്മൾ സഭാപ്രവർത്തനങ്ങൾ തുടങ്ങി. പുതിയ വേലക്കാരെ അവിടെ ആക്കുമായിരുന്നു. അതെ, പുതിയ വേലക്കാരെ നമ്മളൊരു പുതിയ വാടക വീട് എടുക്കുന്നു, പ്രവർത്തനമില്ലാത്തൊരു സ്ഥലത്ത് ഒരു വാടക വീട് എടുക്കുന്നു, അവിടെ ഒരു ദേവദാസനെ ആക്കുന്നു, അവരെ സാമ്പത്തികമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവരവിടെ താമസിച്ച് പ്രവർത്തിച്ച് ചർച്ച് പ്ലാന്റിങ്. അങ്ങനെ ഇപ്പോൾ എത്ര സഭകളുണ്ട്? നമുക്ക് ഈ സെൻറ്ററിൽ ഇപ്പം ഏകദേശം 19 പ്രവർത്തനങ്ങളാണ് ഈ സെൻറ്ററിലുള്ളത്. ഈ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലെ ദൈവദാസന്മാരെ അയച്ച് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ VM മാത്യു സാറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില ബന്ധങ്ങളുണ്ടായിരുന്നു അല്ലേ? അതെ, ചില ബന്ധങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ നമുക്ക് ഈ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ നേരിട്ട് പോയി നടത്തുന്ന ചർച്ചകളുണ്ട്. അതായത് ഇതല്ലാതെ ഞാൻ 2 ചർച്ച് ഒരേ ഞായറാഴ്ച നടത്തുന്നുണ്ട്. നമുക്ക് പൊള്ളാച്ചി ടൗണിൽ ഒരു ചർച്ചുണ്ട്, അത് ഞാൻ തന്നെ പോയി തുടങ്ങിയ ഒരു വർക്കാണ്. ഇപ്പോൾ ഏകദേശം 4 വർഷമായി ആ സഭാപ്രവർത്തനം തുടങ്ങിയിട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 26 കിലോമീറ്റർ അപ്പുറത്ത് ചുങ്കം എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഒരു വർക്ക് തുടങ്ങി. അതൊരു 1.5 വർഷത്തോളം നടത്തി. പിന്നെ അത് കുറച്ച് ഡെവലപ്പായപ്പം 3 കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്തൊരു ദേവദാസനെ അങ്ങോട്ട് ആക്കി. ഈ 3 ചർച്ച ഇപ്പം നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒന്നുകൂടെ പറഞ്ഞാൽ തരിശു നിലം ഉഴുത് തീർച്ചയായിട്ടും ഇത്രയും വേലകൾ, സ്ഥലങ്ങൾ അതെ ഈ 25 വർഷത്തിനിടയ്ക്ക് ഉണ്ടാകുവാൻ തീർച്ചയായിട്ടും ദൈവം കൃപ ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ പാസ്റ്ററിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു, സുവിശേഷ വേലയിൽ ഭയങ്കരമായി ഉപദ്രവമേറ്റിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും. എന്തായിരുന്നു അനുഭവം? നമുക്ക് സത്യത്തിൽ ഈ മീനാക്ഷിപുരം എന്ന് പറയുമ്പോൾ ഇവിടെ പരിസരത്ത് വലിയ എതിർപ്പുകളൊന്നും കാര്യമായിട്ടില്ല. എനിക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു 10 കിലോമീറ്റർ മാറിയാണ് വണ്ടിത്താവളം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ വെച്ചാണ് നമ്മുടെ ഒരു വിശ്വാസി ഫാമിലി അവിടെയുണ്ട്. അവിടെ ചെന്ന് അവരെ വിസിറ്റ് ചെയ്ത് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ വരുന്നത് 19ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സൊക്കെ ആ സമയത്ത് ഉണ്ടാവുള്ളൂ. 2001 ആ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനും ഈ ചർച്ചിലൊരു ബ്രദറും ഉണ്ട്. ഇവരെ വിളിച്ച് നിർത്തി അവിടെ നിന്ന് ഉപദ്രവിക്കായിരുന്നു. ഒന്ന് ഇച്ചിരി കട്ടിയായ ഒരു ഉപദ്രവമായിരുന്നു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. ഒത്തിരി കണ്ടമാനം ഉപദ്രവിച്ചു. പിന്നെ കുറേ ആൾക്കാർ വന്ന് അതിനകത്ത് ഇടപെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവരൊരു ഓട്ടോറിക്ഷ എന്നെ കയറ്റി വിട്ടു. അവിടുന്ന് പിന്നെ ഞാൻ ചിറ്റൂർ ഒരു ദേവദാസൻ പാസ്റ്റർ ഐസക്, അദ്ദേഹം ഇന്ന് ബോംബെയിൽ IPCയിലെ ശുശ്രൂഷനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷ തന്നെ അദ്ദേഹവും വന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ VM മാത്യു സാറൊക്കെ വന്ന് തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂരേക്ക് കൊണ്ടുപോയി. ഏകദേശം 1 മാസത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞാണ് തിരിച്ചിവിടെ എത്തുന്നത്. അത് പ്രത്യേകിച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തിയതൊന്നുമല്ല. നമ്മളിങ്ങനെ ചർച്ച് പ്ലാന്റിങ്, ഞാൻ ശരിക്കും ആദ്യമൊക്കെ എനിക്ക് പരസ്യയോഗം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ചർച്ച് പ്ലാന്റിംഗ് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. കാരണം
എതിർപ്പുകൾ പെട്ടെന്ന് ഉണ്ടാകാവുന്ന എല്ലാം നമ്മൾ നിർത്തിയിട്ട് രഹസ്യമായിട്ട് തന്നെ നമ്മൾ ഇവിടെ താമസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത മേഖലകളെ നമ്മൾ കൈകാര്യം ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു അറ്റാക്കായിരുന്നു. എങ്കിലും ദൈവം അവിടെ നമ്മളെ പ്രാണനെ സൂക്ഷിച്ചു. വീണ്ടും തിരിച്ചിവിടെ വന്നു. 1 മാസം ശേഷം തിരിച്ചിവിടെ വന്നു. വീണ്ടും തുടരാനും ഇത്രത്തോളം നിൽക്കാനും കർത്താവ് കൃപ ചെയ്തു. അതുപോലെ പാസ്റ്റർ, നിങ്ങൾ ഈ കർത്താവിൻ്റെ വേല ഈ ആരംഭിക്കുന്ന സമയം മുതൽ ഇതെല്ലാം എങ്ങനെ വിശ്വാസ ജീവിതമല്ലേ, അതോ എന്തെങ്കിലും ഫണ്ടുകളുണ്ടായിരുന്നു? നമ്മൾ തുടങ്ങുന്നത് 100% വിശ്വാസത്തിലാണ്. വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും തന്നെ ഒരാളുടെ സപ്പോർട്ടിൻ്റെ ബേസിലല്ല, 100% വിശ്വാസത്തിൽ കർത്താവ് നടത്തുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇടയ്ക്ക് മലബാർ മിഷൻ്റെ ഒരു സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞാലും വളരെ ചെറിയ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാവുന്ന പോലെയല്ല. നമ്മൾ ഈ 100 രൂപയുടെ ആ വാടക വീട്ടിൽ താമസിക്കുമ്പം പോലും നമുക്ക് ആ 100 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഈ വാടക കൊടുക്കുന്നത് കൂടാതെ വെള്ളം കിട്ടണമെങ്കിൽ അതിനൊരു 100 രൂപ കൂടെ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, വെള്ളവും ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. വെള്ളത്തിന് വേണ്ടിയിട്ടൊരു 100 രൂപയാണ് കൊടുത്താൽ ഒരു ദിവസം 3 കുടം വെള്ളം അവർ കൊണ്ടുതരും. അപ്പോൾ അതാണ് നമുക്ക് 200 രൂപ. അപ്പോൾ ആദ്യത്തെ 3-4 മാസമായിട്ടും നമ്മൾ വാടക കൊടുത്തിട്ടില്ല. നമ്മൾ വാടക കൊടുക്കാതെ തന്നെ പോകാം. പിന്നെ ആ വീട്ടുകാർ സമാധാനമുള്ളവരായതുകൊണ്ട് വാടക ശല്യം ചെയ്യത്തില്ല. ആദ്യത്തെ നമുക്കൊരു നന്മ വരുന്നതെന്ന് പറഞ്ഞാൽ 4 മാസമായി നമുക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഉടനെ ഈ വീട്ടിൻ്റെ ഓണർ വന്നിട്ട് ചോദിക്കുകയാണ്, തമ്പി ഒരു 500 രൂപ കിടച്ചാൽ പറവല്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് വന്നൊരു 500 രൂപ വായ്പ ചോദിക്കുന്ന പോലെ ചോദിക്കുക. അപ്പോൾ നമ്മൾ 800 രൂപ കടക്കാരനാണ് അവർക്ക്, 4 മാസം വാടക കൊടുത്തിട്ടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് ആ പേടിയായി, ഇവിടുന്ന് പോയാലോ മുങ്ങിയാലോ എന്നുള്ള ഒരു ചിന്ത വരെ ആയിപ്പോയി, കാരണം കൊടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അന്ന് സംഭവിച്ച അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അന്ന് 11 മണിയായപ്പം പോസ്റ്റ്മാൻ എൻ്റെ അഡ്രസ്സ് തേടി ആ വീട്ടിൽ വരുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് മീനാക്ഷി ഒരു അഡ്രസ്സിൽ എനിക്കൊരു തപാൽ വരികയാണ്. അന്ന് എറണാകുളത്തു നിന്നൊരു സഹോദരി ആരോ എങ്ങനെയോ പറഞ്ഞ് എൻ്റെ അഡ്രസ്സ് കിട്ടി 500 രൂപ മണി ഓർഡർ അയച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ വാടക കൊടുക്കാൻ അവർ ചോദിക്കുന്ന 4-ാമത്തെ മാസം 500 രൂപ വാടക എനിക്ക് മണി ഓർഡർ വരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. ആ 500 രൂപ മേടിച്ച് അവർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകുന്ന കാര്യം വളരെ അവിടെ സൗകര്യങ്ങൾ കുറവായി. ആരാധനയ്ക്ക് 10-15 പേര് വരാൻ തുടങ്ങി, ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അടുത്ത വീടുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വാടകയില്ല, പക്ഷെ 100 രൂപ കൊടുക്കാനില്ല. അപ്പം അടുത്ത പിന്നെ നോക്കാം 350 രൂപ 400 രൂപ, അതൊക്കെ ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ അടുത്ത വീട് എടുക്കുന്ന ഒരു ഭയങ്കര അത്ഭുതമാണ്. അതെന്താണെന്ന് വെച്ചാൽ എന്നെ എപ്പോൾ കണ്ടാലും ദേഷ്യപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കടയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ കയറി ചെല്ലാണ്, അദ്ദേഹം കാർക്കിച്ച് തുപ്പിയിട്ട് ഇറങ്ങിപ്പോവും. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അല്പം സുവിശേഷ താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തിയെ കാണാനോ അല്ല പ്രാർത്ഥിക്കാനോ ചിലപ്പോൾ പുള്ളി അവിടെ ഉണ്ടെങ്കിൽ പുള്ളി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട്, അപ്പോൾ എനിക്ക് പുള്ളി സത്യം പറഞ്ഞാൽ കണ്ടാൽ പേടിയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ ഈ വീട് അന്വേഷിക്കുന്ന നടക്കുന്ന സമയത്ത് ഈ പുള്ളി രാവിലെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, തമ്പി നീ വീട് വരയ്ക്കും പറഞ്ഞു, പാക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി. എപ്പോഴും കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന ആൾ നമ്മുടെ വീട്ടിൽ വരുന്നു വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര. ഞാൻ സായങ്കാലം ഒരു 5 മണി എന്നുള്ള ഒരു സമയം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക. ദൈവമേ പോകണോ കാണണോ എന്തോ സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ള പേടി. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കര മീശക്കാരും, നമ്മുടെ മനസ്സിൽ ഇവരൊക്കെ വലിയ റൗഡികളാണെന്നുള്ള ഞാൻ കൊച്ചു പയ്യനാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും കൂടും, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, ഉപദ്രവിക്കും എന്നുള്ള, ഇന്നത്തോടെ തീരും എന്നുള്ള ചിന്തയാണ്. അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ച് ഏതായാലും 5 മണിക്ക് ഞാനവിടെ ചെന്നു. ഇയാൾ സ്വീകരിച്ച് വീട്ടിനകത്തിരുത്തി. അപ്പം ചായയൊക്കെ കൊണ്ടു തന്നു. അപ്പോഴൊക്കെ നമുക്ക് പേടിയാണ് ഈ ചായ കുടിക്കാൻ പോലും. അതെ, അവസാനത്തെ ചായ ഒന്നറിയത്തില്ല. സ്തോത്രം പറഞ്ഞു കുടിച്ചു. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചതുപോലെ ഇയാളുടെ കൂടെ നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ബുള്ളറ്റേൽ വരുന്നു, യമഹയിൽ വരുന്നു. ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. എന്തോ ഇവരും കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ബൈക്കൊക്കെ നിർത്തി ഇവരും കയറി വന്നിങ്ങനെ വട്ടയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൈയും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാളുടെ മകൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കാലേ കൂടെ ഒരു ടെമ്പോ കയറി ഇറങ്ങിയിട്ട് 2-3 സർജറി, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ശരിയായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് പൈസ വേണം. അപ്പോൾ പുള്ളി ഞാൻ വീട് അന്വേഷിക്കുന്നത് അറിഞ്ഞിട്ട് ഇപ്പോൾ ഇവരെല്ലാവരെയും വിളിച്ചു വരുത്തി എന്നോട് പറയുന്ന റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീട് നീ വെച്ചോ, ഒരു 50,000 രൂപ എനിക്ക് തരിക.
അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അനുഭവം വെച്ചാൽ ലീസിന് ഇവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, നമ്മൾ ഈ ഒറ്റയ്ക്കെടുക്കാന്നൊക്കെ പറയുന്നത്. അപ്പോൾ 50,000 രൂപ തന്നിട്ട് ഈ വീട് നീ എടുത്തു, പ്രാർത്ഥന നടത്തിക്കോ, ഫ്രണ്ടിൽ സ്ഥലമുണ്ട്, വേണമെങ്കിൽ ഷെഡൊക്കെ പണിത് നടത്തിക്കോ, 3 വർഷം നിങ്ങൾ സർവ്വസാന്ത്വമായിട്ട് ഉപയോഗിച്ചു. പുള്ളി വേറെ ഇടത്തൊരു ഷെഡ് കെട്ടി താമസിച്ചോളാം. അപ്പോൾ 50,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 5 രൂപയ്ക്ക് നമ്മൾ വിഷമിക്കുന്ന സമയമാണ്. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഭയങ്കര വെല്ലുവിളി, നമ്മളെ കണ്ടാൽ ഈ ദേഷ്യപ്പെടുന്ന കാർക്കിച്ച് തുപ്പുന്ന ഒരു വ്യക്തി വിളിച്ച് വാടകയ്ക്കാണെങ്കിലും വീട് തരാമെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു വെല്ലുവിളി പോലെയായി. ആ ഒരു സമയത്ത് ദൈവം ചെയ്ത അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ പറഞ്ഞിട്ട്, നമുക്ക് പറയാൻ ഓഫീസൊന്നുമില്ല, നമ്മുടെ ഓഫീസ് നമുക്കേ അറിയത്തുള്ളൂ. ഏതായാലും വന്നിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, അന്ന് ഈ ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന, അന്ന് കുറച്ച് പേരേ ഉള്ളൂ, 10-15 പേര്, അതിനകത്തൊരു ചെറുപ്പൻ, എൻ്റെ സെയിം പ്രായത്തിലൊരു പയ്യൻ, അവൻ കൂലിപ്പണിക്ക് വന്നത്. അവൻ വന്നിട്ട് പറയാണ്, പാസ്റ്ററേ എനിക്കിന്ന് എൻ്റെ ഒരു ചിട്ടി പൂർത്തിയായി, 10,000 രൂപ കിട്ടി, ഇത് പാസ്റ്റർ കൈ സൂക്ഷിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിപ്പോവും, അതുകൊണ്ട് എൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്ക് എനിക്ക് പാസ്റ്റർ തിരിച്ചു തന്നാൽ മതി. അപ്പം ഒന്ന് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് നിൽക്കുക, അത് 50,000 രൂപ വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ കൈ കാശ് വയ്ക്കാൻ എനിക്കന്ന് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അപ്പം പുള്ളി നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇത് കിട്ടിയപ്പം അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 25,000 രൂപയ്ക്കാണെങ്കിൽ എടുത്തോളാം, ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25,000 എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാകുമെന്നുള്ള രീതിയിലാണ് നമ്മൾ, അതെ ദൈവം നമ്മുടെ ഓഫീസ്. ചുരുക്കി പറഞ്ഞാൽ പുള്ളി വിട്ടില്ല. പുള്ളി 25 എന്ന് പറഞ്ഞാൽ അവസാനം 37,000 രൂപ വരെ പറഞ്ഞ് പുള്ളി നിർത്തി. ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ 10,000 രൂപ മേടിച്ച് ഇയാൾക്ക് കൊണ്ട് 10,000 രൂപ അഡ്വാൻസ് ടോക്കൺ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത 1-ാം തീയതി ബാക്കി 27,000 രൂപ വന്ന് വീട് എഗ്രിമെൻ്റ് ചെയ്താൽ. പിന്നെ വന്ന് പ്രാർത്ഥനയും ഉപവാസമാണ്, ഉറക്കമില്ല. കാരണം വേറൊരു പാവപ്പെട്ടവൻ്റെ 10,000 കൊണ്ട് അവിടെ കൊടുക്കുകയും ചെയ്തു. അടുത്ത 27,000 ഒരു മാസത്തിനുള്ളിൽ 25 ദിവസം കണ്ടേ ഉള്ളൂ, അതിനുള്ളിൽ ഉണ്ടാകണം. ആകെ നാണക്കേടാകും. അത് ഒത്തിരി പേരെ വെച്ചൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. ദിവസങ്ങളെടുക്കും തോറും അറിയപ്പെടുന്ന ആൾക്കാരാ, ദേശത്ത് നാണക്കേടാവും. ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ ജീവൻ അല്പാൽപ്പം പോകുന്ന പോലെ എനിക്ക് തോന്നുക. കാര്യങ്ങളൊന്നും ആകുന്നില്ല, അവരോടും പറയാനില്ല, നമുക്ക് വായ്പ ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അന്ന് സംഭവിക്കുന്നത്, 1-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 29-ാം തീയതി രാത്രി എൻ്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹം വീട് വിട്ടിറങ്ങിയിട്ട് 8-10 വർഷമായി. അദ്ദേഹം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസത്തിൽ വന്ന ആളാണ്. 8-10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അന്ന് വൈകിട്ട് അദ്ദേഹം താമസിക്കുന്ന റൂമിലേക്ക് വിളിച്ചിട്ട് 1,00,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കണം. അന്ന് രാത്രി 10 മണിക്ക് ആ സഹോദരൻ, എൻ്റെ സുഹൃത്ത്, ആ ചെക്കുമായിട്ട് ഇവിടെ വരിക. ഈ ഞാനിങ്ങനൊരു വിഷയത്തിലാണെന്നുള്ളത് പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളിക്കും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമാണ് ഈ 1,00,000 രൂപ എന്ന് പറയുന്നത്. അത് കിട്ടിയ പാടെ അതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെയോ ബസ് കയറി ഇവിടെ എത്തി. രാത്രി 10 മണിയായി. നിൻ്റെ പ്രാർത്ഥന നിർത്തിക്കോ, ഈ 1,00,000 രൂപയുടെ ചെക്ക് കൊണ്ട് തരികയാണ്. ഞങ്ങൾ രാത്രി പിന്നെ കിടന്നുറങ്ങി. രാവിലത്തെ ബസ്സിന് അന്നത്തെ അനുഭവമൊക്കെ ഇപ്പോൾ സന്തോഷം പറയാൻ പറ്റത്തില്ല. രാത്രി അത് കോട്ടയം പാല, അതെ 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 പാല SBIയിലുള്ള ഒരു ചെക്കാണ്. ഞങ്ങൾ രാവിലത്തെ ബസ് പിടിച്ച് അവിടെ എത്തി, ഈ ചെക്ക് മാറി പൈസ കൊണ്ടുവന്ന് കൃത്യം 1-ാം തീയതി. അതൊക്കെ നമുക്ക് ഇന്ന് 35 ലക്ഷത്തിൻ്റെ ഒരു പരിപാടി എടുക്കാൻ നമുക്ക് ഇന്ന് ചിലപ്പോൾ ധൈര്യം കാണും. അന്ന് ഈ 35,000 രൂപ എന്ന് പറഞ്ഞാൽ 37,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ നാളുകളിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്ത കാലങ്ങളിലും അങ്ങനെ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്. ആ ഒരു നിലയിലാണ് നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് കാര്യങ്ങൾ വളർന്നു വന്നു. പിന്നെ നമുക്ക് ദൈവം സാമ്പത്തിക വഴികളെ, ഈ പറഞ്ഞ പോലെ വ്യക്തികളെ നമ്മളിലേക്ക് ദൈവം അയച്ചു. അതാത് സമയത്ത് ആത്മീയവും ഭൗതികമായ ഓരോ കാലഘട്ടങ്ങൾ നമ്മൾ തേടിപ്പോകാതെ തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ആത്മീയമായിട്ട് വളരാനും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കും ദൈവം തമ്പുരാൻ നമ്മളെ വളർത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു നിലയിൽ വിശ്വാസത്തിൽ വളർന്ന് വന്ന് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ, പിന്നെ ഈ ചർച്ച് പണിയുന്ന കാര്യമായാലും, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഈ ഹോള് പണിയുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, സാമ്പത്തികം ഒന്നുമില്ല. മലബാർ മിഷൻ 1,00,000 രൂപ കിട്ടി. അതുകൊണ്ട് പില്ലറൊക്കെ കയറ്റി കോൺക്രീറ്റ് ചെയ്തു. അന്ന് ഇവിടുത്തെ എനിക്കൊന്ന് ആദ്യത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയിരിക്കും നമ്മുടെ ചർച്ച് ഈ ഏരിയയിൽ. ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. കാരണം
ഭിത്തി കെട്ടാതെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് താഴെ വീഴത്തില്ലെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെ ഇവിടെ ആരും കണ്ടിട്ടില്ല ആ സമയത്തൊക്കെ, 2000-2001 എന്ന് വെച്ചു. അപ്പം അത് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി കുറേ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും കടങ്ങളിലേക്കൊക്കെ ആയി. അത് എൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു പ്രശ്നത്തിലേക്ക്, നമ്മൾ അതുവരെ ആത്മീയമായിട്ട് വളർച്ചയും പ്രാർത്ഥനയും ആ ഒരു ഇത് പോയെങ്കിൽ ഈ ഒരു ബിൽഡിംഗ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പണിയണമെന്നൊരു ചിന്തയില്ല. ഷെഡ് ഉണ്ടാക്കി അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആളുകളെ കൂടുന്നതിനനുസരിച്ച് ഷെഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള. പക്ഷേ ഇത് ഈ ആദ്യം ഒരു ഷെഡ് ഉണ്ടായിരുന്നത് വീണ് കഴിഞ്ഞപ്പം കാറ്റും മഴയും വന്ന് അതങ്ങ് തകർന്നു പോയി. അപ്പോൾ അത് റോഡ് സൈഡല്ലേ ഇത്. അപ്പോൾ ആൾക്കാരെല്ലാവരും കണ്ടപ്പോൾ പിന്നെ എനിക്ക് ബിൽഡിംഗ് എന്നുള്ളൊരു അതൊരു തെറ്റായിരുന്നോ, ആ സമയത്ത് എനിക്കത് തെറ്റായിരുന്നു തന്നെയാണ് പിന്നീട് എനിക്ക് തോന്നിയത്. ഞാനൊരു ബിൽഡിംഗ് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള, ചിലപ്പോൾ ഷെഡ് കെട്ടി എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ വരുമായിരിക്കാം. പക്ഷെ പിന്നെ നമ്മൾ അതിലേക്ക് പോയി, പിന്നെ പ്രാർത്ഥനാ ജീവിതം ബാധിക്കപ്പെട്ടു, സാമ്പത്തികം അങ്ങനെ കടഭാരങ്ങളായി, പലിശ കൊടുക്കേണ്ട, ബിൽഡിംഗ് പൂർത്തീകരിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു, എങ്കിൽ പോലും ദൈവത്തിൻ്റെ നമ്മളോടുള്ള ആ കരുതൽ, എനിക്ക് ദൈവം തന്ന തുണയെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ശുശ്രൂഷ നിൽക്കുന്നതിന് ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തേക്ക് പെന്തക്കോസിൽ വലിയ അനുഭവമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ഒരു വർഷം ആകുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. പെന്തക്കോസ് ഈ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തേക്ക് പ്രസംഗിക്കത്തില്ല, മറ്റ് സ്റ്റേജിലൊന്നും ഷോയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വിശ്വാസികളെ ആയിട്ട് സഹകരിക്കാനും സ്നേഹിക്കാനും ചർച്ചിനകത്ത് ഒരു പ്രശ്നവുമില്ല. വളരെ എല്ലാവരുമായിട്ടും സ്നേഹബന്ധത്തിൽ കൊണ്ടുപോകാനുള്ളൊരു അസാധാരണമായ ഒരു കഴിവും. പ്രസംഗിക്കത്തില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം പുള്ളിക്കാരത്തി. അതെ തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ആ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു നല്ല ചിന്തയോടല്ല വിവാഹ കാര്യങ്ങൾക്കൊക്കെ പോകുന്നെങ്കിൽ പോലും ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്, അപ്പം നമ്മളെ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല, എല്ലാ വിഷയത്തിലും ദൈവം നമ്മളെ കരുതി പരിപാലിച്ചാണ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങളുടെ അവസ്ഥകളൊക്കെ മാറ്റിയില്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ദൈവം എല്ലാം വിവരിക്കാൻ പറ്റില്ലെങ്കിലും എങ്ങനെയാണ് കർത്താവ് പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു മാറ്റം വന്നത്? എനിക്ക് ഈ സാമ്പത്തിക വിഷയത്തിലുണ്ടായ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഞങ്ങളുടെ മോള് ജനിക്കുന്നു. സത്യം പറഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് താമസത്തിന് വേണ്ടി വരുന്നത് ഇവിടെ തൊട്ടടുത്തൊരു ഷെഡിനകത്താണ്. അതിനകത്ത് 2 ചുമരേ ഉള്ളൂ, 2 ഭാഗം ഓപ്പണാണ്. അവിടെ ഒരു ബെഡ്ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടാണ്, അവിടെയാണ് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്ന് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ മോളെ കൺസീവൊക്കെ ആയിരിക്കുമ്പം ഭക്ഷണം പോലും നമുക്ക് ശരിക്കില്ല. ഈ ഞങ്ങളുടെ ആ വീട്ടിലൊരു ഓമയ്ക്ക പപ്പായ മരം, ഫ്രൂട്ട്സും അതാണ്, കറി അതാണ്, തോരൻ അതാണ്, എല്ലാം അതാണ്. ഈ ഓമയ്ക്ക കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതെ. അത് കഴിഞ്ഞ് മോള് ജനിച്ചു. മോൾക്ക് ഏകദേശം ഒരു വയസ്സോളം ഉള്ള സമയത്ത് പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്റർ ചർച്ചിലൊരു മീറ്റിങ്ങിന് വേണ്ടി, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുകയാണ്. അപ്പം ഞങ്ങൾ കുടുംബമായിട്ട് മോളെയും കൊണ്ട് അവിടെ പോയി ആ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ ഒരാഴ്ച ഞങ്ങൾ അവിടെ പ്രാർത്ഥനയിൽ സഹകരിക്കുക. അപ്പോൾ അവിടെ വെച്ച് ഈ നമ്മൾ പലരും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് എം എ വർഗീസ് പാസ്റ്റർ കേഴ്സ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പാസ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ ശാപങ്ങളുണ്ടാകുന്നു അതേക്കുറിച്ചുള്ളൊരു ക്ലാസ്സാണ്. ശരിക്കും 3 ദിവസം ശക്തമായ ക്ലാസ്സാണ്. എനിക്ക് അന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമുക്കുണ്ടായിട്ടുള്ള എൻ്റെ ചെറിയ ചെറിയ പാപങ്ങൾ പോലും വേര് പറിച്ചെടുക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ 3 ദിവസം പുള്ളിയുടെ ഓരോ ക്ലാസ്സും മുഴുവൻ സമയവും കണ്ണുനീരോടെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് സാമ്പത്തിക തകർച്ച ഉണ്ടായി? എനിക്കന്ന് പൈസ ഇല്ല, പക്ഷേ എങ്കിലും ഞാൻ ഒരു സുവിശേഷകനായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതിന് ഒരു നല്ല ഉത്തരം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ദൈവസന്നിധിയിൽ കവണ്ണ് കിടന്ന് ഞാൻ കരഞ്ഞു. ഓരോ കാര്യങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ തെറ്റാണെന്ന് പോലും ചിന്തിക്കും, പക്ഷേ അന്നത് വലിയ തെറ്റാണ് അല്ലേ. 1 രൂപയുടെ നിവൃത്തി ഉള്ളത്താൽ 1 രൂപ കട്ടത് തെറ്റാന്ന് പാവമല്ലെന്ന് പറഞ്ഞ പോലെ, അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ശരിക്ക് ശുദ്ധീകരിക്കപ്പെടാൻ എം എ വർഗീസ് പാസ്റ്റർ ക്ലാസ്. പിന്നെ 3ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ പാസ്റ്റർ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിറ്റേ ദിവസത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഒരു സമയം തന്നു. അവിടെ പോയി ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഷെയർ ചെയ്തു. അദ്ദേഹം അതെല്ലാം കേട്ട്, അപ്പോൾ പുള്ളി ഈ സാമ്പത്തിക വിഷയത്തിലുണ്ടാകാവുന്ന
നമുക്ക് തകർച്ചകൾ ഉണ്ടാകാനുണ്ടാകുന്ന കാരണങ്ങൾ, ദശാംശം കൊടുക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പണം വകമാറ്റി ചിലവഴിച്ചത്, അങ്ങനെയൊക്കെ പുള്ളി കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കുറച്ചും കൂടെ നമ്മളെ ആണിയടിച്ച് ഈ വിഷയങ്ങളിൽ നമ്മളെ ഉറപ്പിച്ചു. എന്നിട്ട് പുള്ളി തലയെ കവിച്ച് പ്രാർത്ഥിച്ച് അടുത്ത 6 മാസം എൻ്റെ ജീവിതത്തിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഞാൻ അവിടുന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുത്ത 6 മാസത്തിനുള്ളിൽ എല്ലാ കടബാധ്യതകളും കൊടുത്തു തീർക്കാനും ഇന്ന് വരെ പിന്നെ കടബാധ്യതയിലേക്ക് പോകാതെ പലർക്കും കടം കൊടുക്കാനും നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, സമർത്ഥമായി തന്നെയാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു നിലയിൽ മുമ്പോട്ട് പോകാനായിട്ട് കർത്താവ് ഇത് എനിക്ക് ആ ഒരു വിഷയത്തിൽ ബ്രേക്ക് ത്രൂ ഉണ്ടായതിൻ്റെ എടുത്തു പറയാവുന്ന ഒരു കാരണം അതാണ്. ഈ ശുശ്രൂഷ കാലയളവിൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ ഞങ്ങളുമായി അത് പങ്കുവയ്ക്കാമോ? അങ്ങനെ ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞല്ലോ, ഈ ശുശ്രൂഷയിൽ ഈ നിൽക്കാൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എൻ്റെ മമ്മിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് മമ്മിയുടെ കാര്യം പറയുന്നത്. അതെ, മമ്മി ആ ഉപവാസത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്നെ നിർബന്ധിച്ച് അത് പൂർത്തീകരിക്കുകയും അതുപോലെ ഈ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതെ, അപ്പം അവരെ ഉപദ്രവിക്കുന്ന സമയത്ത് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കുറച്ച് സ്ഥലം അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിയപ്പം കുറേ വീടുകളുള്ളൊരു സ്ഥലമെത്തി. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ നാട്ടുകാർക്ക് എന്തോ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ അവരൊരു വേറൊരു ദുഷ്പ്രചരണം നടത്തിയാണ് അവിടെ. അപ്പോൾ ആ വന്ന ആൾക്കാരെല്ലാം എന്നെ തല്ലി. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഉപദ്രവം ഏൽക്കേണ്ടി വന്നത്. വന്ന നാട്ടുകാർ മൊത്തം കൈവച്ചു. അപ്പോൾ അവർ വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞാട്ടെ അവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ ഭയങ്കര മാനസികമായിട്ടൊരു പ്രയാസം തോന്നി. അപ്പം ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പോകാനൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും വരുന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യം പ്ലാൻ ചെയ്തെങ്കിലും വരാതായപ്പോൾ മമ്മിക്കൊരു സംശയം, എന്താണ് നീ പോകാത്തത്? അപ്പം ഞാൻ പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പം അമ്മ, അതാണോ കാര്യം? ഉടനെ മമ്മി പറഞ്ഞൊരു കാര്യം, എടാ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുക എന്ന ആ വാക്യം നീ വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ യോഗ്യതയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് ഞങ്ങൾ 4 മക്കളാണ്. മമ്മി പറയാണ്, എനിക്ക് 4 മക്കളാണ്. ഒരുത്തനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. അവിടെ ആരെങ്കിലും കൊന്നാലും ഞാൻ ദൈവത്തോട് പരാതി പറയത്തില്ല. നീ ഇന്ന് തന്നെ പുറപ്പെട്ടോളാൻ പറഞ്ഞു. അന്ന് തന്നെ പാക്ക് ചെയ്ത് മമ്മിയും പപ്പായും കൊണ്ടുവന്ന് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിടുകയാണ്. അപ്പോൾ അടുത്ത ആ ഒരു പ്രതിസന്ധിക്ക് ശേഷം നമ്മളെ ഇവിടേക്ക് എത്തിക്കാൻ മമ്മി നൽകിയ ആ ഒരു പ്രോത്സാഹനം നിശ്ചയമായിട്ട് ഇങ്ങനത്തെ അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമല്ല, പക്ഷേ ഞാനിവിടെ പട്ടണം കിടക്കുന്ന നാളുകളൊക്കെ ഇവിടെ ഇങ്ങനെയാണെന്ന് മമ്മിക്ക് അറിയാം. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും, അയ്യോ കൊച്ചു പട്ടണിയാണല്ലോ, നീങ്ങി പോരടാ. അന്ന് വീട്ടിൽ നമ്മളെ സഹായിക്കാനും നിവൃത്തിയില്ല. പക്ഷേ ആ സമയത്തൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ, ഈ പട്ടണി കിടക്കുന്നതും ഈ അടി കൊള്ളുന്നതൊക്കെ എന്തോ ഒരു വലിയ ആ ഒരു നിലയിലാണ് മമ്മി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ സഭാ പ്രവർത്തനത്തോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, പല ദൈവദാസന്മാരുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ നമ്മളെ സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളുമായിട്ട് ചേർന്ന് ഒത്തിരി സഭാസ്ഥാപന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പാസ്റ്റർമാരെ നമ്മൾ പല സ്ഥലങ്ങളിലാക്കി വർക്ക് ചെയ്യുന്നു. ഒരു ദൈവദാസൻ നമ്മൾ ദീർഘവർഷങ്ങൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും നല്ലൊരു ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിയിലേക്ക് വന്നിട്ട് പിന്നെ അദ്ദേഹം ചില വഴിതെറ്റിപ്പോയ ഒരു മേഖല. ആ ഒരു വിഷയത്തിൽ എന്നെ വല്ലാതെ മാനസികമായിട്ട് ഞാൻ ബാധിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരപ്പോൾ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ജയിലറിൻ്റെ പണിയാണ് ചെയ്യുന്നത്. കുറേ കള്ളന്മാരെ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെ പാസ്റ്റർമാരെല്ലാം നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളൊരു, അപ്പോൾ എനിക്ക് 1 മാസത്തേക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു പ്രതിസന്ധി. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ സെൻറ്ററിൻ്റെ ഒരു PYPയുടെ യൂത്തിൻ്റെ ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിലേക്ക് ശുശ്രൂഷിക്കാനായിട്ടൊരു ദൈവദാസനും കുടുംബവും വരികയാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്നോട് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു പ്രവചനം കേൾക്കുന്നത് ഞാൻ അവിടെ. ആ ദൈവദാസി എന്നോടൊരു പ്രവചന ദൂത് പറയുകയാണ്, ദൈവാത്മാവ് ഇടപെടാനുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഇവിടെ ഇത്രയും നല്ല സംവിധാനങ്ങൾ, റോഡ് സൈഡിൽ പാസ്റ്റർ കണ്ടല്ലോ, എല്ലാ സൗകര്യമുള്ള പാസ്റ്റനേജ്, ഇവിടെ യാതൊരു, നമ്മളിവിടെ ഒരു ചെറിയ രാജാവിനെ പോലെ ഇവിടെ കഴിയുന്ന സമയത്ത് ഇവിടുന്ന് മാറി താമസിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവർക്ക് ദൂത് തെറ്റി,
എന്നെ അവർക്ക് ശരിക്കും അറിയത്തുമില്ല. നമ്മളിങ്ങനെയൊക്കെ സൗകര്യത്തില്ല, താമസിക്കുന്ന അറിയത്തില്ല എന്നോർത്തിട്ട് അവർക്ക് എന്നിട്ട് നമ്മൾ മനസ്സിൽ കണ്ടു. പക്ഷെ എങ്കിലും എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ തൊട്ടു. അതൊരു വ്യാഴാഴ്ച രാത്രിയാണ്. വ്യാഴം കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു, ശനി കഴിഞ്ഞു, ഞായറാഴ്ച രാവിലെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയാണ് കുളിച്ച് ഫ്രഷായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുമ്പം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്. നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. എനിക്കത് ഭയങ്കരമായിട്ടങ്ങ് വേഗം ഞാൻ കുളിയൊക്കെ പൂർത്തീകരിച്ച് പായിട്ട് നിലത്ത് മുട്ടുമടക്കി അന്ന് വരെ അല്ലാത്ത രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ദൈവാത്മാവ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യൻ്റെ വഴി എന്ന് പറയുന്നത് സെറ്റിലാകുക എന്നുള്ളത്. എല്ലാ മനുഷ്യൻ്റെ ലക്ഷ്യം സെറ്റിലാകുക എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് സെറ്റിലായിരിക്കുന്ന മനുഷ്യനെ ഇറക്കുക എന്നുള്ളതാണ്. അല്ലേ? അബ്രഹാം പിതൃഭവനത്തിലായിരിക്കുമ്പോഴാണ് ചാർച്ചക്കാരെ വിട്ടിറങ്ങാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ. നോഹ അത്രയും പെട്ടകം പണിതു. ഇന്നൊരു ചരിത്രമായെന്ന് പറയുന്നത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടകം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാത്രിയാണോ പകലാണോ ഏത് ദിവസമോ കഴിക്കുന്ന ആഹാരം അത്താഴമാണോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്നറിയാത്ത ദിവസങ്ങളാണ്. അപ്പോൾ സെറ്റിലായിരുന്നവരെ ഇറക്കിയാണ് ചരിത്രമാക്കിയിട്ടുള്ളത്. അവിടെ മുതൽ കർത്താവ് യേശുക്രിസ്തു വരെ, അത് കഴിഞ്ഞുള്ള അപ്പോസ്തലന്മാരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതാ ചരിത്രം കാണാം. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അന്ന് തീരുമാനിച്ചു ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. അപ്പം അങ്ങനെ ആ ഒരു ദൂതിൻ്റെ വെളിച്ചത്തിൽ 3-ാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇടപെടലുണ്ടായി കഴിയുമ്പോൾ പിറ്റേ ദിവസം ഞാനിവിടെ അടുത്ത ടൗണാണ് പൊള്ളാച്ചി, വലിയ ടൗണാണ്, ബിസിനസ് കേന്ദ്രമൊക്കെയാണ്. അവിടെ പോയി വീട് അന്വേഷിച്ചു. ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു വീട് കണ്ടുപിടിച്ചു, അവിടെ താമസിച്ച്. അപ്പോൾ ഞാൻ ഈ പാസ്റ്റർ വിഷയത്തിലുള്ള ഒരു മാനസിക ആഘാതമുണ്ട് എനിക്ക്. എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് മാറി താമസിക്കുക, 1 വർഷം കുറച്ച് പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ ആയിട്ടിരിക്കാം, മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകട്ടെ. അങ്ങനെ ആ ഒരു നിയോഗത്തിൽ അങ്ങോട്ട് താമസമായി. ഈ 1 വർഷം ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥനയും ദൈവജന ധ്യാനമായിട്ടൊക്കെ അവിടെ ഇരുന്നു. പക്ഷേ അവിടെ നിന്ന് ദൈവം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് അവിടെ പോകുമ്പോൾ 1 വർഷം പോയി സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളത് വേറെ ഒറ്റ പ്ലാനും ഇല്ല. കാരണം ഈ ചർച്ച ഞാൻ വിട്ടിട്ടില്ല, ഇവിടുത്തെ താമസം മാത്രമേ മാറിയിട്ടുള്ളൂ. തിരിച്ചിവിടേക്ക് തന്നെ 1 വർഷം കഴിയുമ്പോൾ വരാമെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ഒരു ചർച്ച് തുടങ്ങാനുള്ള വഴി തുറന്നു. കൃത്യം 1 വർഷമായി. ദൈവത്തിൻ്റെ പദ്ധതി. അടുത്ത ഡിസംബർ ആയപ്പം അവിടെ താമസം തുടങ്ങി. അടുത്ത ഡിസംബർ ആയപ്പം വീട്ടിലൊരു 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്നൊരു ചെറിയൊരു മീറ്റിംഗ് നടത്തി. കുറച്ച് ആൾക്കാർ വന്നു. അന്നൊരു ആത്മനിയോഗത്തിൽ പറഞ്ഞു, ജനുവരി 10-ാം തീയതി നമ്മളൊരു സഭായോഗം ഇവിടെ തുടങ്ങുകയാണ്. എവിടെയാണെന്ന് പോലും അറിയത്തില്ല, സ്ഥലമൊന്നുമില്ല. പക്ഷേ ദൈവം 9-ാം തീയതി രാത്രിയായപ്പം ഒരു ഹോൾ ഒരുക്കി. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ആ ഒരു വർക്ക് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ചർച്ചും വളർന്നു വരുന്നു. ഇപ്പം ഞാൻ ആ ചർച്ചും ഈ ചർച്ചും കൂടെ രണ്ടും ഒരുമിച്ച് ഞാൻ തന്നെയാണ് അവിടെയും ഇവിടെയും സഭ നടത്തുന്നത്. സഹായിക്കാൻ ദേവദാസന്മാർ അവിടെ ഇവിടെയുണ്ട്. അതും വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ചും ദൈവകൃപയാൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ചില സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വേദനകളെ ദൈവം നമുക്ക് നന്മയായിട്ട് മാറ്റുന്ന ആ ഒരു ദൈവദാസൻ്റെ ചില ഇടപെടലുകൾ നമ്മളെ മുറിവേൽപ്പിച്ചെങ്കിൽ മറുവശത്തിൽ എൻ്റെ ജീവിതത്തിലൊരു വലിയ ടേണിംഗ് പോയിൻ്റ്. ഇനി അത് മാത്രമല്ല, അവിടെ മുതൽ എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആകായിരുന്നു. പിന്നെ പ്രെയർ ലൈഫ് മാറി. അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാന്തരീക്ഷം, ദൈവവചന പഠനങ്ങൾ ഒക്കെ മാറാൻ തുടങ്ങി. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയെന്നേ ഉള്ളൂ, പോയി പഠിച്ചിട്ടൊന്നുമില്ല. അതെ, ആ സമയത്ത് ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അധികം പുസ്തകങ്ങൾ പഠിക്കുക, വലിയ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പക്ഷേ അവിടെ മുതൽ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥനാ ജീവിതം ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ വളരെ അതിരാവിലെ എഴുന്നേൽക്കും. 4 മണിക്ക്. ആ സമയത്തൊക്കെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ടിരിക്കും പ്രാർത്ഥിക്കാൻ 4 മണിക്ക് ഈ ചർച്ചിനകത്ത്. അവിടെ നിന്ന് പൊള്ളാച്ചി ഇവിടെ വരും. 4 മണിക്ക് ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഇന്നും അത് തുടരുന്നുണ്ട്, ആ പ്രയർ തുടരുന്നുണ്ട്. 4 മണി പ്രയർ പാസ്റ്റർ ഈ ലോക്ക്ഡൗൺ വരെ ഇവിടെ വന്ന് ഇവിടെ വിശ്വാസികളും കുറച്ച് പേര് വരും, അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ സൂമിൽ ആൾക്കാർ ജോയിൻ ചെയ്യും. അങ്ങനെ ഈ 4 മണി പ്രയർ നടക്കുന്നുണ്ട്. അത് ജീവിതത്തെ ഭയങ്കരമായിട്ട്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഷോക്കിൽ നിന്നുണ്ടാകുന്ന മുഖാന്തരങ്ങളാണ്. അപ്പം മോർണിംഗിൽ ദൈവാത്മാവ് സംസാരിക്കും. ദൈവവചനത്തിൻ്റെ നമുക്ക് ദൂതിന് പഞ്ഞമില്ല, പ്രാർത്ഥിക്കാനുള്ള സമയം. അങ്ങനെ നമ്മളെ ആത്മീയ നിലവാരത്തിലേക്ക്, നമ്മളെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വളരാൻ ഈ ഒരു പ്രതിസന്ധി നമ്മളെ ചേഞ്ചായി
മറ്റൊരു സ്ഥലത്തോട്ടുള്ള താമസം. ഇപ്പോഴും ഞാൻ പൊള്ളാച്ചി ടൗണിൽ തന്നെ താമസിക്കുന്നത്. അവിടെ ഒരു ചർച്ച ഉണ്ടായി. അപ്പോൾ തന്നെ നമ്മുടെ ആത്മീയ ശുശ്രൂഷയും ആത്മീയ ജീവിതത്തിനൊരു വലിയ ഡെവലപ്മെൻറ്റ്സിലേക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും ബൈബിൾ പറയുന്ന പോലെ പാസ്റ്ററിൻ്റെ കഥ എന്ന വചനം പോലെ നമ്മുടെ വിചാരങ്ങളല്ല തീർച്ചയായിട്ടും പ്രൈസ് ഗോഡ്. ആമേൻ പാസ്റ്റർ. അതുപോലെ പാസ്റ്ററിൻ്റെ ഫാമിലിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞെങ്കിലും അവരെക്കുറിച്ച് ഫാമിലിയെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞിട്ട്. എനിക്ക് വൈഫിൻ്റെ പേര് ബിൻസി. ഞാൻ പറഞ്ഞില്ല, അവരെല്ലാവരും യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് പുള്ളിക്കാരത്ത്. ഇന്ന് അമ്മ വിശ്വാസത്തിലേക്ക് വന്നായിരുന്നു. അമ്മ മരിച്ചുപോയി. അതുപോലെ ഒരു ആങ്ങള ഫാമിലിയായിട്ട് മൂത്ത ചേട്ടൻ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്കുണ്ട്. ഒരു സഹോദരി വിശ്വാസത്തിലുണ്ട്. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്താൾ +2 കഴിഞ്ഞു, ഇവാഞ്ചലിൻ. രണ്ടാമത്തെ ആൾ ഏഞ്ചലിൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഈ ചർച്ച് ഗ്രോത്തിന് വേണ്ടി എങ്ങനെ ആൾക്കാർ ദൈവസന്നിധിയിൽ വരുന്നത്, അതിനെക്കുറിച്ച് ഫസ്റ്റ് അതൊരു എനിക്കതിനൊരു വ്യത്യസ്തമായ ഒരു ആൻസർ ആയിരിക്കും ചിലപ്പം. കാരണം ഞാൻ ഒത്തിരി ഓരോരുത്തരെയും ഓരോ ലെവലിലൊക്കെ. അതെ. പിന്നെ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചുള്ള ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഞാനും അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത്തെ കാര്യം അടങ്ങിയിരിക്കത്തില്ല. ഞാൻ എപ്പോഴും ആക്റ്റീവാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതം രാവിലെ 3:30 തുടങ്ങും. പിന്നെ അതുകൊണ്ട് നേരത്തെ കിടക്കത്തൊന്നുമില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ നമ്മൾ പോയി ട്രാക്ട് കൊടുക്കുന്നു, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ ഈ ചർച്ച് ഗ്രോത്തിൽ ഞാൻ ഇവിടുത്തെ സഭയുടെ വളർച്ച ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പോയി ചിലപ്പോൾ ഇരുന്ന് സുവിശേഷമൊക്കെ പറഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചിലപ്പോൾ സൗഖ്യമാകും. അത്ഭുത സൗഖ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇവർ തിരിച്ചു വരുത്തൊന്നുമില്ല. നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ മേശയുടെ അടിയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കും, വരുന്നുണ്ടോ എന്ന്. ഇവരെ കാണത്തില്ല. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ സഭയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്തതിൻ്റെ നമുക്ക് പറയാൻ പറ്റും, ഞാൻ പോയി ഇന്ന ആളുടെ സുവിശേഷം പറഞ്ഞിട്ടാണ് ഇത് വന്നതെന്നൊന്നും പറയാൻ ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷേ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടങ്ങിയിരിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അതാത് സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ഇപ്പോഴത്തെ ഒരു കാര്യം പറയണമെങ്കിൽ ഇപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ നമുക്ക് ട്രാക്ട് കൊടുക്കാനോ നമുക്ക്, അതായത് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ട്രാക്ട് കൊടുക്കാൻ പോകാനോ, കാരണം അല്ലാതെ തന്നെ നമുക്ക് തിരക്കുകളായി. അപ്പം കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പല കാര്യങ്ങളുണ്ട്, അതിന് പറ്റുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ പ്രെയർ ലൈഫ്, അതുപോലെ നമുക്ക് ദൈവജനത്തിന് കൊടുക്കാൻ നമ്മുടെ മെസ്സേജുണ്ട്. ഇവിടെ ഇപ്പോൾ ചർച്ചിലെ വിശ്വാസികളോടൊക്കെ ചോദിച്ചാൽ ഇവിടെ വചനത്തിന് ക്ഷാമമില്ല. ഇവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കും. 21 ദിവസം ഞാൻ തന്നെ പ്രസംഗിക്കുന്നത്. ആൾക്കാർക്ക് അതാ ഇഷ്ടം. അപ്പം അത്രയ്ക്ക് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ദൂത് നമുക്ക് ഈ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പുതിയ മെസ്സേജുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവത്തിന് അറിയാം ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടാൽ ഇവൻ പോകത്തില്ല എന്നുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓട്ടോമാറ്റിക് ആൾക്കാർ നമ്മൾ ക്ഷണിക്കാതെ ഈ ലോക്ക്ഡൗണിൽ തന്നെ പല കുടുംബങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് ഏതോ ഒരു ദൈവാസം പറഞ്ഞ ഓർമ്മ വരുന്നുണ്ട്. ഈ പച്ചപ്പുല്ലിനെ ശുദ്ധ പാലാക്കാൻ വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് തീർച്ചയായിട്ടും എന്നുവെച്ചാൽ അങ്ങനെ ഒരു റേമ നമ്മൾ ചർച്ചിന് കൊടുക്കുന്നെങ്കിൽ ഗസ്റ്റ് പാസ്റ്റർമാർ ആവശ്യം കൂടെ ഇല്ല. അതെ. ഇന്ന് പല സ്ഥലത്തും പച്ചപ്പുല്ലിനെ മാത്രം വെട്ടിയിടുവാണെന്ന് തോന്നുന്നു. ഈ നമ്മൾ ഈ ലോക്ക്ഡൗണിൽ തന്നെ നമുക്കെങ്ങും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് കണ്ടിന്യൂ ആയിട്ട് സൂമിലേ പറ്റുന്ന സമയത്തൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഡെയിലി പ്രയറാണ്, ഡെയിലിയായിട്ട്. നമ്മൾ പോകുന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസികൾ അയൽവക്കക്കാരൻ സൂമിലിരുന്ന് കേൾക്കും. അതെ, കറക്റ്റ്. നമുക്ക് ഈ ഒരു ലോക്ക്ഡൗണിൽ 21 ലോക്ക്ഡൗണിൽ ഒരു 5 ഫാമിലി പുതിയതായിട്ട് വന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ. നമ്മൾ പോകാതെ തന്നെ ഇങ്ങോട്ട് വരികയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്നു. ചിലപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും. നമ്മളെ ചിലപ്പം പൈശാചികബാധയായിരിക്കും, നമ്മളോടൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ നമുക്ക് ചർച്ചിൽ നമ്മൾ അങ്ങോട്ട് പോകാതെ തന്നെ ഇപ്പം ഇങ്ങോട്ട് തേടി വരുന്ന ഒരു നിലയിലാണ്. അപ്പം എനിക്ക് തോന്നുന്നത്, എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ സഭയ്ക്കകത്ത് ആത്മീയ അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുക. നമ്മളോട് എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഈ മോർണിംഗ് പ്രയറിൽ നമ്മൾക്ക് എത്ര വിശ്വാസികളുണ്ടോ. ഫസ്റ്റ് പറഞ്ഞാൽ മറ്റൊരു വിഷയം കൂടെ,
ഈ പാസ്റ്റർ നേരത്തെ ഇവിടെയൊക്കെ വിതച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന് കൊയ്തല്ലേ പറ്റൂ. തീർച്ചയായിട്ടും അതുപോലെ ദൈവത്തിൻ്റെ നീതിയല്ലേ. തീർച്ചയായിട്ടും ഈ 25 വർഷത്തെ നമ്മുടെ അധ്വാനങ്ങളും വിയർപ്പും രക്തവും ഈ 12 വർഷം കൊണ്ട് അടങ്ങിയിരിക്കുന്ന വിത്ത് മൊത്തം കിടക്കുമല്ലേ. തീർച്ചയായിട്ടും കിളിർത്തല്ലേ പറ്റൂ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ എൻ്റെ മനസ്സിൽ ചർച്ച് പ്ലാന്റിങ് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ ഇവിടെ അല്ലെങ്കിൽ അടുത്ത സ്ഥലം ഞാൻ ഇപ്പം തന്നെ പല സിറ്റികളൊക്കെ ഇങ്ങനെ നോക്കി. പാസ്റ്റർ എങ്ങനെ അത് സഭ പ്ലാൻ ചെയ്യാൻ വേണ്ടി മനസ്സിൽ വരുന്നതാണോ അതോ നിയോഗം കിട്ടുന്നതാണോ? എന്തൊരു നിയോഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പൊള്ളാച്ചി എന്നുള്ളത് എൻ്റെ മനസ്സിൽ പോലുള്ള കാര്യമല്ല. ഒരു പ്രശ്നം ഉണ്ടായി, നമ്മളവിടെ കൊണ്ട് താമസിപ്പിച്ചു, നമ്മൾ പോലും അറിയാതെ ഒരു ചർച്ച അവിടെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായാലും നമ്മൾ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത്, അപ്പോൾ അവിടുന്ന് കുറച്ച് വിശ്വാസത്തോടെ വരുന്നുണ്ടായിരുന്നു. അവിടെ പോയി തുടങ്ങി. അത് ഭയങ്കര രസകരമായ കാര്യമാണ്. വാടകയ്ക്കൊരു വീടെടുത്തു, 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു, 5,000 രൂപ വാടക. ആദ്യത്തെ ഞായറാഴ്ച ഉച്ചയായപ്പോൾ ഓണർ വിളിച്ചു, സാർ ഞാൻ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. വന്നു, ആ 50,000 രൂപ കൈ തന്നിട്ട് താക്കോൽ തിരിച്ചു പിടിച്ചു. ഒന്നാമത്തെ ഞായറാഴ്ച. പിന്നെ അവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് കേൾക്കുന്നത്. പിറ്റേ ആഴ്ച നടത്താൻ സ്ഥലമില്ല. അപ്പോൾ നമ്മളവിടെ തുടങ്ങി ഒന്നും നിർത്താനും മനസ്സില്ല. പിന്നെ ആ ഒരു വിശ്വാസിയുടെ വീട്ടിൽ 2-3 ആഴ്ച നടത്തി. പിന്നെ ജംഗ്ഷനിൽ ഒരു ഹോട്ടൽ കാലിയായി. അന്ന് അതിന് 9,000 രൂപ വാടകയാണ്. അപ്പോൾ അന്ന് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നെ നമുക്ക് ആ ഒരു തമിഴിൽ പറയുന്നൊരു വൈരാഗ്യം, ആ ഹോട്ടലെടുത്ത് അതിനകത്ത് ഫ്രണ്ടിൽ ഗ്ലാസ്സൊക്കെ വെച്ച് അടച്ച് അവിടെ ആരാൻ തുടങ്ങി. ആ ജംഗ്ഷനിൽ അവിടെ നടന്നൊരു ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് പാസ്റ്ററെ. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഉത്സവം നടക്കുന്നു. അവിടെ ആന വരണ്ടിട്ട് ആളുകളൊക്കെ ഓടിപ്പോവുക. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ചെല്ലുക. അപ്പോൾ ആൾക്കാർ പേടിച്ച് ഓടുന്നു. ഞാൻ ചോദിച്ചു എന്താ സംഭവം? പറഞ്ഞു ആന വരേണ്ടതാണ്. അപ്പോൾ ഞാനും സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ചർച്ചിലേക്ക് പോകുന്ന റൂട്ടാണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഇച്ചിരി ശാന്തമായപ്പോൾ ഞാൻ ഇതിൽ ഈ വരണ്ട ആനയൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഒരു ഉണങ്ങി മെലിഞ്ഞ ഒരു പോത്തിനെ ഒരു മരത്തെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു ഈ മതമിളകി ആന എന്തി ഇതാ ഉണന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ഇന്ന് ചർച്ചിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ദൈവദാസനെ രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞു. കാരണം ഈ സംഭവം കഴിഞ്ഞിട്ട് നമ്മളിത് പറയരുതല്ലോ. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, ഇന്ന് എന്തോ സംഭവിക്കുന്നതിന് ആത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഒറ്റ പാസ്റ്ററോട് മാത്രം പറഞ്ഞു. ചെന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. 7 സഭകളുടെ ദൂതൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡോറുണ്ട്. ഒരു മുട്ടയടിച്ച ഒരു പുള്ളി കയറി വന്നു, ഡോറിങ്ങനെ തുറന്നു, ഇങ്ങനെ നോക്കി, പുള്ളി ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഞാനും മൈൻഡ് ചെയ്തില്ല. ഞാൻ പ്രസംഗം തുറന്നു. ആരാധന കഴിഞ്ഞു. കൃത്യം 10:30 തീരും. എനിക്കിവിടെ വരേണ്ടത് കാരണം ആരാധന കഴിഞ്ഞതും വിശ്വാസികളായാലും അടച്ചു വെക്കുന്നത്. ഞാൻ ഫ്രണ്ട് ഡോർ തുറന്ന് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോരുന്നു. ഫോൺ സൈലൻ്റായിട്ട് കിടക്കുന്നു. ഞാനിവിടെ ഒന്ന് സഭയം കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ കണ്ടമാനം മിസ് കോൾ കിടക്കുന്നു. തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതും അവന്മാർ പുറകിലത്തെ ഡോറിൽ കൂടെ ഒരു 30 പേരകത്ത് കയറി. ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്ന. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടോ അവർക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അവരിറങ്ങിപ്പോയി. ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. പിന്നെ അവരുമായിട്ട് അവിടെ കുറച്ച് വിഷയമൊക്കെ ഉണ്ടാക്കി. ബിൽഡിങ് തന്ന ഓണർ എടുത്ത് പ്രശ്നം ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിൽ ചെന്നു. സത്യം പറഞ്ഞാൽ പോലീസ് നമുക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും നമുക്ക് തന്നെ അനുകൂലമായിട്ട് അവർ പറഞ്ഞു. അവർ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അഡ്വാൻസ് കൊടുത്താൽ ബിൽഡിംഗ് എടുത്തിരിക്കുന്നത്. അങ്ങേർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. SI തന്നെ ചുമ്മാ അങ്ങ് പറയും, നീ ആ 1.5 ലക്ഷം രൂപ കൊടുത്തരാം, അവരാ വീട് ആ റൂം കാലി ചെയ്തേക്കെന്ന് പറഞ്ഞു. അവരേതായാലും ഭക്ഷണം കാശ് കൊടുത്ത് പ്രശ്നം തീർക്കത്തില്ലോ. 1 വർഷം ചെല്ലുവാനും അതേ ഹാളിൽ തുറന്ന് നടത്തി. ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നില്ല. ഇന്ന് ആ ചർച്ച നന്നായിട്ട് ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെ നമുക്കൊരു നിയോഗമാണ് പ്രതികൂലങ്ങൾ മധ്യത്തിലും. അതെ, ഇപ്പോൾ 1-2 സ്ഥലം ഞാനിങ്ങനെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുകയും പല പ്രാരംഭ ദിശകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ചർച്ച് പ്ലാൻ അവിടെയൊക്കെ അതുപോലെ തുടങ്ങണം. ഓരോ ദൈവത്തിൻ്റെ ആസ്പരാക്കുമല്ലേ ഫാമിലി. ഇതിപ്പം ഇവിടെ ആയാലും അടുത്തൊരാളെ ആക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ് നമ്മൾ. കാരണം അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ചർച്ചയിൽ തന്നെ ഓരോരുത്തർ ഒരു സ്ഥലത്തിരിക്കാൻ പറ്റത്തില്ല അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഇതുപോലത്തെ അഭിഷിക്തർ സഭ പ്ലാന്റിങ് അതൊരു ഹരമാണ് സത്യത്തിൽ. തീർച്ചയായിട്ടും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കണം എന്നുള്ള ചിന്ത തന്നെ ഉണ്ടാകും. അതെ 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 നിശ്ചയമായിട്ട് പാസ്റ്റർ. ഞാനിത് പാസ്റ്റർ ചോദിക്കുമ്പോൾ
നമുക്കിന്നൊരു പുതിയ ജനറേഷനുണ്ട്. കർത്താവിൻ്റെ വേല പഠിച്ച് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങുന്നവരുണ്ട്. സുവിശേഷത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. എന്നെക്കൊണ്ട് ഇനി ഒന്നും സാധിക്കത്തില്ല, ഇത്രയും അധ്വാനിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ഞാൻ സുവിശേഷത്തിൽ പരാജയമാണെന്ന് ചിന്തിക്കുന്ന ധാരാളം ശുശ്രൂഷകന്മാരുണ്ട്. പാസ്റ്റ് അനുഭവത്തിൽ നിന്ന് ആ ശുശ്രൂഷന്മാർ പറയേണ്ട സന്ദേശം എന്താണ് പാസ്റ്റർ? ഫസ്റ്റ് ഇവിടെയും കൂടെ ഞാനൊരു അനുഭവം കൂടെ പറയേണ്ടി വരും. അതിനകത്ത് നമ്മൾക്ക് പരാജയമെന്ന് തോന്നുന്നത് സാമ്പത്തിക വിഷയമാണ് പ്രധാനമായിട്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സാക്ഷ്യങ്ങൾ 10 വർഷമായി ഞാൻ വീട് പണിതു, ഞാൻ കാറ് മേടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങളാണ്, അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഭവം പറയേണ്ടി വരുമെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഹാളിലൊരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അന്ന് ഇത്രയും നമ്മൾ ഇരിക്കുന്ന ഭാഗമൊന്നും പണിതിട്ടില്ല, പകുതിയേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് അതൊരു തമിഴ് പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്, വേറൊരു മീറ്റിങ്ങാണ്, നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിംഗ് അല്ല. അപ്പം ഞാനന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അവർക്ക് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്കെൽറ്റൻ ഒരു പാസ്റ്റർ, എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു രൂപമൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പുള്ളി എടുത്തുനിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇഷ്ടം, പക്ഷേ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പക്ഷെ അതിനകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഞാനങ്ങ് അസ്വസ്ഥനായി. എല്ലാവരും യോഗം കഴിഞ്ഞ് പോയി. അപ്പോൾ ഈ ഭാഗം പണിയാനായിട്ട് ഇവിടെ കുഴി എടുത്തിട്ടിരിക്കുക. ഞാൻ ഈ കുഴിയുടെ മേളിൽ കൂടെ മണ്ണെടുത്തിട്ടിരിക്കുന്നിടത്ത് നടന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായി. എനിക്ക് അന്നും കാറുണ്ട്. ഞാൻ കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് പോവുക. ഞാനിങ്ങനെ പോയി വേറൊരു ദേവദാസൻ പോകുന്ന വഴിക്കുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് വണ്ടിയിൽ കയറ്റി. പുള്ളിക്ക് എവിടെ പോകാനൊന്നും അറിയത്തില്ല. പുള്ളി കയറിയപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, അന്യഭാഷ പറയുക. പുള്ളിക്ക് മനസ്സിലായി പുള്ളി എൻ്റെ ഒരു പ്രാർത്ഥന സഹായിയാണ് പുള്ളി. ഞങ്ങൾ രണ്ടുപേരോട് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പറഞ്ഞു. എന്തോ സംഭവിക്കുന്നു എനിക്കറിയത്തില്ല, എന്ത് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. പുള്ളി എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 1.5 മണിക്കൂർ ചുറ്റി രാത്രി ഒരു 8:30 ആയപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. ഒന്നും മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ വൈഫും കൊച്ചുമുണ്ട്, അവരെ വെളിയിലാക്കിയിട്ട് പുള്ളിക്ക് ആകെ ഒരു റൂമേ ഉള്ളൂ. ആ റൂമിനകത്ത് കയറി ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിക്കുക. അവിടെ വെച്ച് ദൈവാത്മാവിനോട് സംസാരിച്ചൊരു വചനമുണ്ട്. അതായത് ഈ വാക്യമാണ്, അന്നന്നേക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന. ആ ഒരു വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നത്. അതോടുകൂടി ആ പ്രാർത്ഥനയുടെ പ്രേരണ നിന്നിട്ട് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല പ്രാർത്ഥന. ആ വാക്യം കിട്ടിയതോടുകൂടി ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് 9 മണിയായപ്പോൾ ഞാനിങ്ങ് പോയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ഒരു വലിയ തീരുമാനങ്ങളാണ്. അപ്പോൾ അതുവരെ നമുക്ക് ഒത്തിരി ടെൻഷനുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിനാണെങ്കിൽ 2 പെൺപിള്ളേരാണ്, അവർക്ക് ഒന്നും ഇല്ല, എന്തെങ്കിലും അവരുടെ ഭാവിക്ക് വേണ്ടി അങ്ങനെയൊക്കെയുള്ള കരുതൽ, ചെറിയ ചിട്ടിയൊക്കെ തുടങ്ങണം. എന്നോട് ഇങ്ങനെ പറയും, ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള വിഷമമുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചിട്ടിയൊക്കെ ഉണ്ട്. അന്നേരം ഇപ്പം നമുക്ക് ചർച്ച വരുമാനമൊക്കെ ഉണ്ട്, കുറച്ച് സേവിങ്സൊക്കെ തുടങ്ങിയെന്ന് വെച്ചു. അന്ന് ഈ വചനം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇത് നിൻ്റെ യോഗ്യതയായിരിക്കണം. അതായത് ഇന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഇത് നിൻ്റെ യോഗ്യതയായിരിക്കണം. അതാണ് അന്നത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഞാൻ തിരിച്ചുകൂടെ വന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊന്നും വേണ്ട, നമ്മൾ ആ സേവിങ്സും കൂടെ വിഡ്രോ ചെയ്ത് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കണം. പിള്ളേരുടെ കാര്യം തമ്പുരാൻ നോക്കിക്കോളും മുമ്പോട്ടുള്ള. അങ്ങനെ ഞങ്ങൾ അപ്പോൾ അത് തീരാറായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു KSF ചിട്ടിയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് ഈ ബിൽഡിങ്ങിൻ്റെ പണിക്ക് വേണ്ടി ആ പൈസ മുഴുവനും ഞങ്ങളെ ഇവരെ ഏൽപ്പിച്ചു. ഇതിൻ്റെ മേളിലുള്ള ആ ഹോള് ഞങ്ങളുടെ പൈസ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മേലുള്ള ആ ഒരു ഞങ്ങൾ സൺഡേ സ്കൂളിനൊക്കെ വേണ്ടിയിട്ട് പാസ്റ്റർ കണ്ടല്ലോ അവരൊക്കെ അത് ചെയ്യുന്നത്. അപ്പം ആ ഒരു സാമ്പത്തിക മേഖലയിലെ നമുക്ക് സത്യം പറഞ്ഞാൽ മൈൻഡിനകത്തുനിന്ന് പോയി പഠിത്തം വിട്ടു. നമുക്കിപ്പം വീടുണ്ടോ, വീടില്ലയോ, കാറില്ലയോ, എന്തുണ്ട്, ഇന്നും സൈക്കിൾ ചെയ്യോട്ടാൻ റെഡിയാണ്. നമ്മൾ ട്രെയിനിൽ യാത്രയും കാറിലെ യാത്രയും എല്ലാ സൗകര്യങ്ങളും ഇത് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ കാര്യം, നമ്മൾ സാമ്പത്തികമായിട്ട് എനിക്ക് ഇല്ലല്ലോ എന്നുള്ള ചിന്ത. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ കാര്യം സെറ്റിലായിരിക്കുന്നവനെ ഇറക്കാമെന്നുള്ളതാണ്. സെറ്റിലാകണമെന്ന് ചിന്തിച്ച് ഈ മിനിസ്ട്രിക്ക് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇറങ്ങാൻ ദൈവത്തിനു വേണ്ടി അബ്രഹാമിനെ പോലെ പൗലോസിനെ പോലെ ഒരു പരദേശിയാകാൻ തയ്യാറാണെങ്കിൽ അവരെയൊക്കെ മിനിസ്ട്രി വിജയിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ശക്തമായ സന്തോഷം.
നന്നായി വേല ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും തങ്ങൾക്ക് നല്ല നിലയും സമ്പാദിച്ചു അത് കൈവിടത്തില്ലല്ലോ. തീർച്ചയായിട്ടും അത് ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യമാണ്. അതിനൊക്കെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ കർത്തവ്യ വിശ്വസ്തരായിരിക്കും. പാസ്റ്റർ, നമ്മുടെ ഇപ്പം ഓപ്പണായിട്ട് ഒരു കാര്യം പറഞ്ഞാലേ, ഞാൻ IPCയുടെ ഒരു സെൻട്രൽ പാസ്റ്ററാണ്. IPCയുടെ സെൻട്രൽ പാസ്റ്റർ ആകണമെങ്കിൽ 45 വയസ്സ് വേണം. എനിക്കായിട്ടില്ല. എനിക്കൊന്നൊരു 10 വർഷം മുമ്പേ നമ്മൾ ആ ഒരു പദവിയിലെത്തി. ഒഫീഷ്യലായിട്ട് ഇനി എന്നെ ആക്കണമെങ്കിൽ 2 വർഷം കൂടെ കഴിയണം. അപ്പം നമുക്ക് ഈ പദവികളോ, ഇപ്പം എനിക്ക് അതിനകത്ത് നിൽക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പദവികൾ നിൽക്കണമെന്ന് പറയും അടുത്ത നമ്മുടെ മനസ്സിലുള്ളത് മൊത്തം ചർച്ച് പ്ലാനിങ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അവർ ആക്കിയില്ലെങ്കിലും ദൈവമാക്കുവാണ്. അതാ പറയുക, ഇതൊക്കെ പുറകെ വരുന്ന കാര്യങ്ങളാണ്. ഈ സെന്റർ എന്ന് പറയുമ്പോൾ കുറേ സഭകളുടെ പാസ്റ്റർ, ഈ സഭകളുടെ ദൈവം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ലേ? തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെ സംഭവിക്കാതിരിക്കും? നമുക്ക് ഈ പിന്നെന്താ പറയുക, എനിക്കതില്ലല്ലോ, മക്കളുടെ കാര്യം എന്താ, അല്ലെ വീട് പണിതില്ലല്ലോ, ഞാനൊന്നും സ്ഥാനത്തെത്തിയില്ലല്ലോ. മൈൻഡ് ചെയ്യേണ്ട. നമ്മളെ ഇന്ന് ഒരാളോട് സുവിശേഷം പറയാനാണോ ആ കാര്യം ചെയ്യുക? ഇന്ന് 10 പേരുടെ പാസ്റ്ററായിരിക്കാനാണോ അത് വിശ്വസ്തരായിട്ട് ആ കാര്യം ചെയ്യുക? ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോത്ത് ഉണ്ടാകും. ഇന്ന് നമ്മൾ കാണുന്ന, എനിക്ക് തോന്നുന്നു പലരും ഇങ്ങനെയുള്ള വിഷയത്തിൽ സാമ്പത്തികമായിട്ട് വളരാൻ കഴിഞ്ഞിട്ടില്ല, ആ ഒരു വിഷയത്തിൽ വിഷമിച്ചിരിക്കുന്നവരെയാണ് ഞാൻ കാണുന്ന ഒത്തിരി ശുശ്രൂഷകന്മാർ. അത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കർത്താവിന് വേണ്ടി പുറത്തോട്ടിറങ്ങാൻ തയ്യാറായാൽ ഓരോരുത്തരും എന്ത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ശക്തമായൊരു സന്ദേശം. വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ ദാസൻ തൻ്റെ അനുഭവത്തിൽ കൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ചെറുപ്രായത്തിൽ, വലിയ പ്രായമായിട്ടില്ല, പക്ഷേ ഓടി നടന്ന് കർത്താവിന് വേണ്ടി വേല സ്ഥലങ്ങൾ സ്ഥാപിക്കാൻ, സഭകൾ പ്ലാൻ ചെയ്യുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് നിയോഗം കൊടുത്തു. തൻ്റെ അനുഭവസായിട്ട് നമ്മൾ കേട്ടല്ലോ, എത്രയോ പരാജയങ്ങൾ വന്നു. ഒരിക്കലും ഇല്ലാത്തവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? തോൽവിയല്ല അതിൻ്റെ അർത്ഥം. അടുത്ത ജയം നിങ്ങളെ കാത്തിരിക്കുന്നു. താണുപോയോ? ശുശ്രൂഷ മേഖലയിൽ നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? ടെൻഷൻ അടിക്കേണ്ട. കർത്തനാസിൻ്റെ അനുഭവത പ്രാർത്ഥനയിൽ കാത്തിരിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക. നിങ്ങൾ വിളിച്ച ദൈവമാണെങ്കിൽ ദൈവം സ്ഥാപിക്കും, ദൈവം തെളിയിക്കും. നിങ്ങൾ കർത്താവ് കൈവിടത്തില്ല. നമുക്കറിയാം, അബ്രഹാമിനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. പിതൃഭവനത്തെ, സ്വദേശത്തെ, ചാർച്ചുകളൊക്കെ വിട്ടുവരുമ്പോൾ ജീവിതത്തിൽ മുഴുവനും സംശയങ്ങളും ഒത്തിരി ചോദ്യങ്ങളുമായിരുന്നു. എവിടെ പോയി നിൽക്കും? പക്ഷേ കർത്താവ് ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് മാത്രമാണ് വിളിച്ചിറക്കിയത്. ഞാൻ കൂടെ പറയാം, കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ പരാജയപ്പെടത്തില്ല. അധികം കർത്താവ് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെക്കുറിച്ചുള്ള വിളിയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിന് സന്നിധിയിൽ സമർപ്പിക്കുക. നിങ്ങളുടെ വിളി ഉറപ്പാക്കുക, തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയാൽ, അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ഞങ്ങളോട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഇതിനെ തുറന്ന് സംസാരിച്ചതിൽ ഞാൻ ഹാർവസ്റ്റ് ടിവിയുടെ പേരിലുള്ള നന്ദി ഞങ്ങൾ ദൈവനാമത്തിൽ അറിയിക്കുന്നു. നിശ്ചയമായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ, ആമേൻ.